ഞങ്ങൾക്ക് മനസ്സിലായതൊരു സാദാസീത മനുഷ്യനല്ല, ഇദ്ദേഹം അങ്ങകലെ യമനിലുള്ള രാജാവാണ്. അദ്ദേഹത്തിന്റെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ പറയുകയാണ്. 3 ദിവസം അദ്ദേഹത്തിന് വേണ്ടുന്ന സുഭിക്ഷമാകുന്ന ഭക്ഷണം കൊടുക്കാൻ പറയുകയാണ്. നല്ല കൃത്യമായ ആഹാര പാനീയങ്ങൾ സ്വഹാബത്ത് എത്തിക്കുകയാണ്. ആദരവായ പ്രവാചകന്റെ സ്വഭാവം കണ്ടുകൊണ്ട് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന അവിശ്വാസിയാകുന്ന രാജാവ്, യമൻകാരുടെ രാജാവ് അന്താളിക്കുകയാണ്, അത്ഭുതം കൂറുകയാണ്. മുഹമ്മദിനെ വധിക്കാൻ വാളുമായി കടന്നു വന്ന മനുഷ്യനല്ലേ, ഇന്നിതാ മദീനയിൽ അദ്ദേഹത്തിന്റെ സൽക്കാരത്തിന് ഉടമയായി കഴിയുകയാണ്. ഓരോ ദിവസം വന്നുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്തുണ്ട് സുമാമ വിശേഷം, എന്തെങ്കിലും പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് 3 ദിവസം അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയാണ്. 3ാമത്തെ ദിവസമായപ്പോ റസൂലുള്ളാഹിയോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, മുഹമ്മദേ, എനിക്കൊന്ന് കുളിക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ? വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സ്വഹാബത്തിനോട് വിധങ്ങൾ ആവശ്യപ്പെടുകയാണ്. വെള്ളം തയ്യാർ ചെയ്യപ്പെട്ടു. അദ്ദേഹം നല്ല വൃത്തിയിലൊന്ന് കുളിച്ച് വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ സവിധത്തിലേക്ക് വരുകയാണ്. നബി തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഉറക്കെ ചെല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, റസൂലാണ്, ഞാനിതാ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ പ്രവാചകരുടെ തൃക്കരം പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ആ പ്രവാചകരുടെ പ്രിയപ്പെട്ട അനുയായികളുടെ സൽക്കാരം നേരിട്ട് കണ്ടതാകുന്ന സുമാമ അതുവരെ മനസ്സിൽ കൊണ്ടു നടന്ന എല്ലാ ആശയങ്ങളും എതിർക്കുകയാണ്. ബിംബങ്ങൾ ആരാധിച്ചിരുന്നവരാണ്, തല കുമ്പിട്ട് നടന്ന മനുഷ്യനാണ്. അതാ തല ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിന്റെ ആളായി മാറുകയാണ്. റസൂലുള്ളാഹിയോട് പറയുന്ന, നബിയേ, എനിക്കതാ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് മക്കയിലേക്ക് പോകാനുള്ള അനുവാദം നൽകിയാലും റസൂലേ. ഉംറയുടെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ആ മക്ക ലക്ഷ്യമാക്കി പോകുകയാണ്. ഒട്ടകപ്പുറത്ത് ചെന്നുകൊണ്ട് മക്കയുടെ മരണാരുണ്യത്തിലൂടെ ചെന്ന് പരിശുദ്ധ കാബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ഉറക്കെ തൽബിയത്ത് ചൊല്ലുകയാണ്.